ഹസ്ബൻഡും വൈഫും കൂടെ ഇരിക്കുവാണെങ്കിൽ ഹസ്ബൻഡ് പറയും ഇത് ഭയങ്കര കാം ആൻഡ് മൾട്ടി ടാസ്കറായിരുന്നു, ഇപ്പം എൻ്റെ വൈഫ് അങ്ങനെയല്ല, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്നു എന്ന് വീട്ടിലെ ആൾക്കാർ നോട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പ്രാണായാമം ചെയ്യൂ എന്ന് പറയുമ്പോൾ പല ലേഡീസ് വിചാരിക്കുന്നത് അയ്യോ അത് സ്പിരിച്വാലിറ്റിയാണ്, അത് ഞാൻ ഇപ്പോൾ അതിലേക്ക് ഞാൻ റെഡിയല്ല. അങ്ങനെ അതല്ല. പ്രാണായാമം എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി പ്രൂവൻ ആണ്. നമ്മൾ ബ്രീതിങ് എക്സസൈസ് ഇപ്പോൾ പ്രാണായാമം എന്ന് പറയുമ്പോഴാണല്ലോ പ്രശ്നം. ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓക്കെ. നല്ല വിശപ്പോട് ആഹാരം കഴിക്കുന്നത് ദറ്റ് ഈസ് ഓൾസോ എ ബ്ലെസ്സിങ്. നാച്ചുറലി കുറച്ച് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഒരു കണക്ട് ചെയ്യുക, ഇഷ്ടമുള്ള ഹോബീസിലേക്ക് മുന്നോട്ട് പോവുക, പിന്നെ കുറച്ച് മീ ടൈം എൻജോയ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ ചെറിയ ചെറിയ ഇഷ്യൂസിൽ നിന്ന് നമുക്ക് ചാടാൻ പറ്റും. കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും സ്ത്രീകൾ അനുവർത്തിക്കേണ്ട നല്ല ആരോഗ്യശീലങ്ങളെക്കുറിച്ചും സുഖചികിത്സാ രീതികളെക്കുറിച്ചുമെല്ലാം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് സ്ത്രീരോഗ വിദഗ്ധ കൂടിയായ ആയുർവേദ ഡോക്ടർ രേഖ നിശാന്താണ്. നമസ്കാരം ഡോക്ടർ. സ്വാഗതം. ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നടത്താവുന്ന സൗന്ദര്യവുമായി ബന്ധപ്പെട്ട്, ആരോഗ്യം സൗന്ദര്യവും പരസ്പരം ബന്ധപ്പെട്ടാണല്ലോ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ചെയ്യാവുന്ന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ചികിത്സാ രീതിയിൽ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ കർക്കിടക മാസത്തിലും ആയുർവേദ ചികിത്സയ്ക്ക് നല്ല ഒരു റിലേഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനൊരു ആയുർവേദ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കർക്കിടക മാസം വരുമ്പോൾ നേരത്തെ വി ആർ മെൻ്റലി പ്രിപ്പയർഡ്, നമുക്കൊരു നല്ല തിരക്കുണ്ടാവും. പിന്നെ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് വരുന്ന പേഷ്യൻസിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് പേഷ്യൻസ് ഉണ്ട്. നമുക്കറിയാം ഈ ആൾക്കാർ കർക്കിടക മാസത്തിൽ വരുമായിരിക്കും എന്ന് പറയുന്ന ആ ഒരു കോൺഷ്യസ് ഇപ്പോഴും ആൾക്കാരുടെ ഉള്ളിലുണ്ട്, വിച്ച് ഈസ് വെരി വെരി അപ്രീഷിയേറ്റീവ്. സ്ത്രീകളെ സംബന്ധിച്ചിട്ട് നമുക്ക് സ്ത്രീകളുടെ കർക്കിടക മാസത്തിൽ മാത്രമല്ല എല്ലാ കാലത്തും ചെയ്യണം. പ്രത്യേകിച്ച് കർക്കിടക മാസത്ത് നമുക്ക് ഒരു ആയുർവേദ ചികിത്സയ്ക്ക് പോകുന്നത് തന്നെ നല്ലതാണ്. അതിൽ നമുക്ക് ഒരു 3 സ്റ്റേജിലേക്ക് പോവുക. ഒരു പൂർവ്വകർമ്മമായിട്ട് പോവുക, പ്രധാനകർമ്മമായിട്ട്, പശ്ചാത്കർമ്മമായിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇതാണ്. അതിൻ്റെ കൂടെ നമ്മൾ വീട്ടിൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, സ്ത്രീകൾ എപ്പോഴും ഞാൻ പറയുന്നത് എസ്പെഷ്യലി ആഫ്റ്റർ 40 ആണെങ്കിൽ നമ്മൾ എല്ലാ ദിവസം ഒരു രാവിലെ ഒരു 10, വൈകുന്നേരം ഒരു മിനിമം 10-15 മിനിറ്റ്സ് നമുക്കൊരു മീ ടൈം വേണം. അത് സൗന്ദര്യ രക്ഷയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ആരോഗ്യ രക്ഷയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം കൊണ്ട് ഒരു മീ ടൈം എപ്പോഴും ഉണ്ടാവണം. എസ്പെഷ്യലി കർക്കിടക മാസത്തിൽ ഈ ഒരു നമ്മുടെ ശരീരം കുറച്ചൊരു വൾനറേബിൾ കണ്ടീഷനിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ച് മെൻസസ് സമയത്ത് ഹൈജീന് കുറച്ച് കൂട്ടണം. ഈ സമയത്ത് ബിക്കോസ് നമ്മുടെ തുണികൾ കറക്റ്റായിട്ട് ഉണക്കി ആ ഒരു രീതിയിൽ നമ്മൾ ഇടണം, ഡ്രൈ ആയിട്ട് ഇടണം. ഫംഗസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഏത് ലെവലിൽ വേണമെങ്കിൽ വെജൈനൽ ഫംഗസ് വരാം, അണ്ടർ ആംസ് ഫംഗസ് വരാം. സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് നമ്മൾ കൂടുതൽ കാണുന്ന ഓരോരോ ഇഷ്യൂസാണ്. പിന്നെ ഉള്ളത് നമുക്ക് വ്യായാമം ചെയ്യാൻ, ഇപ്പോൾ പുറത്ത് നടക്കാനുള്ള ഒരു ശീലമുള്ള ആൾക്കാർ നടക്കാനൊന്നും പോകാൻ പറ്റത്തില്ല ജനറലി കർക്കിടക മാസത്തിൽ. അപ്പോൾ വ്യായാമം കുറയും, അപ്പോൾ ശരീരത്തിൻ്റെ ആ ഒരു രീതിയും മാറും. അതനുസരിച്ചിട്ടുള്ള വീട്ടിൽ യോഗ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുടിക്കൽ, എപ്പോഴും ഇളം ചൂട് വെള്ളം തന്നെ കുടിക്കണം. പിന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈവൻ നമ്മുടെ ആയുർവേദത്തിൽ പോലും ഹെന്ന പോലെ ഒരു ഹെയർ പാക്ക് ഉണ്ട്. ജസ്റ്റ് ഹെന്ന മാത്രമല്ല, അത് നമ്മൾ പല ഔഷധികൾ മിക്സ് ചെയ്തിട്ട് അത് ഞാൻ എപ്പോഴും പറയുന്നു, അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മതി. ബിക്കോസ് ഓരോരാളുടെ സ്കിൻ നോക്കിയിട്ട് വേണം ഓരോരാൾ സ്കിൻ ഹെന്ന ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും യൂസ് ചെയ്യുക. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ പലവർക്ക് മഞ്ഞൾ അലർജി ആയിരിക്കും. മഞ്ഞൾ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ സ്കിന്നിൽ ആക്നെ പോലെ വരും. ചിലവർക്ക് അലോവേര ആയിരിക്കും യൂസ്ഫുൾ, ചിലവർക്ക് മഞ്ഞളായിരിക്കും സുഖം. അത് നമ്മുടെ പ്രകൃതിയും നമ്മുടെ സ്കിൻ കണ്ടീഷനും നോക്കിയിട്ടാണ്. അതേപോലെ ഹെയർ പാക്കാണ്. ഫോർ എക്സാമ്പിൾ നല്ല ഒരു ഡാൻഡ്രഫ് കണ്ടീഷൻ ആണെങ്കിൽ ആര്യവേപ്പിലയും തുളസിയൊക്കെ ഇട്ട് ഒരു ഹെയർ പാക്ക് ചെയ്യുക. കുറച്ച് മൈലാഞ്ചൊക്കെ ഇട്ട് ഹെയർ പാക്ക് ചെയ്യുക. പക്ഷേ ഡാൻഡ്രഫ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു റെജുവിനേഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാ എണ്ണ തേച്ച് കുളിക്കുന്നത് തന്നെ ഏറ്റവും ബെസ്റ്റാണ്. പലപ്പോഴും രാത്രിയോ വൈകുന്നേരം വന്നിട്ടോ അതോ അതിരാവിലെ കുളിക്കുന്ന മുമ്പ് ഫുൾ ബോഡി എണ്ണ തേച്ച് കുളിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സൗന്ദര്യരക്ഷയാണ്. ആരോഗ്യരക്ഷ മാത്രമല്ല, സൗന്ദര്യരക്ഷയാണ്. നമുക്ക് എസ്പെഷ്യലി 40-ന് ശേഷം നമ്മുടെ ഒരു റിങ്കിൾസ് പ്രിവെൻറ്റ് ചെയ്യാൻ തന്നെ ഒരു എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. പണ്ടൊരു ഇതുണ്ടായിരുന്നു, എണ്ണ തേച്ച് കുളിക്കുന്നത് ജസ്റ്റ് ഒരു ആയുർവേദ
ആരോഗ്യരക്ഷ എന്നൊക്കെ കണക്ഷനാണ്. അങ്ങനെയല്ല, ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, പ്രിവെൻഷൻ ഓഫ് റിങ്കിൾസ് തന്നെ ബെസ്റ്റ് മെഡിസിനാണ് എണ്ണ തേച്ച് കുളിക്കൽ. പിന്നെ ഫേസ് പാക്ക് വരുമ്പോൾ നമ്മുടെ ഞവര ഏറ്റവും ബെസ്റ്റാണ്. ഞവര അരി പാല് വെള്ളത്തിൽ നല്ലപോലെ കുതിർത്തി കുറുക്ക് പോലെ ഉണ്ടാക്കി അത് ഫേസ് പാക്ക് ഇടുക. ഓറൽസ് ഈ റോസ് വാട്ടറിൽ ഇട്ട് നമുക്ക് ഫേസ് പാക്ക് ആയിട്ടിടാം. അല്ലെങ്കിൽ ഞവര കിഴി വൃത്തിയായിട്ട് ബോഡിയിൽ ചെയ്യിപ്പിക്കുക, ഏറ്റവും ബെസ്റ്റാണ്. നമ്മളതിൽ ഞവര തയ്യാറാക്കുമ്പോൾ അതിൽ പാലുണ്ട്, ഞവരുണ്ട്, കുറേ ഔഷധ മിക്സ് ആണല്ലോ. അതുകൂടെ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ആയുർവേദത്തിൽ ഞവര കിഴി ചെയ്യുമ്പോൾ ശരീരത്തിൽ ഞവര കിഴി ചെയ്യുന്നു, ഫേസിൽ പാക്ക് ഇട്ടിട്ടാണ് സ്ത്രീകളെ ചെയ്യുന്നത്. അപ്പം എല്ലാം വന്നു അതിൽ. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ നമ്മുടെ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് കണ്ണെഴുതുന്നത് വീട്ടിലുണ്ടാക്കിയ കാജലാണെങ്കിൽ വളരെ നല്ലത്. അതേപോലെ ഇപ്പം നമ്മുടെ മീഡിയയിലൊക്കെ കാണാമല്ലോ, ഈ ലിപ്സ്റ്റിക് വരെ ആയുർവേദ ലിപ്സ്റ്റിക്കായി, ഷാംപൂ വരെ ആയുർവേദ ഷാംപൂ ആയി. അപ്പോൾ താളി പൊടിയോ ഷാംപൂ യൂസ് ചെയ്യുക. പക്ഷേ ഇതൊന്നും ഓവറാക്കാതിരിക്കാം. പക്ഷേ ഇതൊക്കെ നമ്മൾ മാക്സിമം നാച്ചുറൽ ഇതിലേക്ക് പോവാം. പിന്നെ ഒരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഒന്നും ഇടയ്ക്കിടയ്ക്ക് മാറ്റരുത്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് സൗന്ദര്യത്തിന് കാര്യം ചോദിക്കുമ്പോൾ ഞാൻ കുറേ ഷാംപൂ യൂസ് ചെയ്തു, പക്ഷേ മുടി ഹെയർ ഫോൾ ഉണ്ടെന്ന് പറയും. അതാണ് മെയിൻ റീസൺ ആയിരിക്കുക. പല ഷാമ്പും ഇങ്ങനെ മീഡിയ നോക്കിയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് നല്ലതല്ല. നമ്മുടെ ശരീരത്തിന് ഒരു സൂട്ടാവുന്ന ഒരു 2-3 ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ദിസ് ഈസ് ബെറ്റർ എന്ന് തോന്നുമ്പോൾ. അല്ലെങ്കിൽ സജഷൻ, യു ആസ്ക് ദ സജഷൻസ്, അത് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ തന്നെ പോവാം. പിന്നെ ചിലവർക്ക് ഏലാദി കേരം ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കുക, ചിലവർക്ക് ധന്വന്തര തൈലായിരിക്കുക ബോഡി ഓയിലായിട്ട് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ മനസ്സിലാക്കുക? അത് ഡോക്ടറുടെ സജഷൻ ജസ്റ്റ് ഒന്ന് കൺസൾട്ടേഷൻ ചെയ്യുക, അത് ഏതാ നല്ലത്. പിന്നെ അത് ലൈഫ് ലോങ് വേണമെങ്കിൽ യൂസ് ചെയ്യുക. ചില രോഗം വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത്. എസ്പെഷ്യലി ഹെയർ ഓയിലും ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത് നല്ലതല്ല. പെട്ടെന്ന് ജലദോഷവും പെട്ടെന്ന് നീരിറങ്ങുന്ന ആ ഒരു രീതിയും ഷോൾഡർ പെയിനിലേക്ക് വരാം. അത് നമ്മൾ വെർട്ടിഗോ ആയിട്ട് ചില കേസിൽ കാണാറുണ്ട്. അത് നമ്മുടെ ഒരു റീസൺ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഓയിൽ ചേഞ്ചിങ് കൂടെ വൺ ഓഫ് ദ റീസൺ ആയിരിക്കും. അപ്പോൾ അത് ശരീരത്തിൻ്റെ പിന്നെ ശരീരത്തിൽ വരുന്ന നീർക്കെട്ട് എന്ന് വരുമ്പോൾ ഈ കുറുന്തോട്ടി വെള്ളമോ ഓർ കുറേ വീട്ടിൽ കിട്ടുന്ന നിർഗുണ്ടി ഇല, അങ്ങനെ കുറേ ഇല ഉണ്ട്. ആ തിളപ്പിച്ച വെള്ളം വെച്ച് കുളിക്കുക. ഡോക്ടർ, ഇപ്പോഴത്തെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ കടന്നു പോകുമ്പോൾ വളരെ മുമ്പത്തെക്കാളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ സ്റ്റേജസ് മാറി വരുന്ന, മുൻപൊക്കെ നമുക്ക് ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്നത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം ആളുടെ സ്വഭാവം മാറുന്നു, ദേഷ്യക്കാരിയാകുന്നു, അങ്ങനെയൊക്കെ പറയാം. ഇപ്പോൾ പക്ഷേ ആളുകൾ കുറേയും കൂടി അത്തരം കാര്യങ്ങളിൽ ബോധവാന്മാരാണ്. അപ്പോൾ ഈ മെനോപോസ് സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് ശീലിക്കാവുന്ന കുറച്ച് ആരോഗ്യപരമായിട്ട് ശീലിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ. മെനോപോസൽ സ്റ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാഗാർജുന ആയുർവേദത്തിൽ ഏറ്റവും സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീകൾ പൊതുവേ 40 വയസ്സ് വരെ 40-45 ആവുന്നവരെ കരിയർ, മക്കൾ, ഫാമിലി പൊതുവെ ബിസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് കുറച്ച് ഒരു സമയം കിട്ടുന്നതാണ് ആഫ്റ്റർ 40+ ആകുമ്പോൾ. അപ്പോഴാണ് അവരുടെ ബോഡി ഒന്ന് ചേഞ്ചസ് വരുന്നത് അവർ നോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചോദിച്ച പോലെ സ്ത്രീകൾ കുറേ കൂടെ അവെയറായി, എന്താണ് എൻ്റെ ബോഡിയിൽ ഇങ്ങനെ ചേഞ്ചസ് വരുന്നത്, ഓക്കെ ഈ ചേഞ്ചസ് ഞാൻ വെച്ചുകൊണ്ടിരുന്നത് എന്താവും എന്നുള്ള അവെയർനെസ്സും അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സിംറ്റമാറ്റിക്കലി ചേഞ്ചസ് എന്ന് വെച്ചാൽ, വെള്ളം കുടിച്ചാലും ഞാൻ വണ്ണം വയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ലോഗനായി മാറി. ഇപ്പോൾ ഡോക്ടർ, എനിക്ക് ഒബേസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, നേരത്തെ ഞാൻ എന്ത് കഴിച്ചാലും കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ കുറച്ച് കഴിച്ചാൽ തന്നെ വണ്ണം വയ്ക്കുന്നു, വെള്ളം കുടിച്ചാൽ വണ്ണം വയ്ക്കുന്നു, ഞാൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നു, എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ കുറേ കംപ്ലയിൻറ്റ്സ്. ഉറക്കത്തിൻ്റെ ഡിസ്റ്റർബൻസ്, ഒരു വലിയ ടെൻഷൻസ് ഇല്ല എന്നാലും ഉറങ്ങാൻ പറ്റത്തില്ല, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരു കണ്ടീഷൻ. പിന്നെ ആങ്സൈറ്റിയാണ്, ചെറിയ കാര്യത്തിന് ആങ്സൈറ്റി ആവുന്നു. അപ്പം വീട്ടിൽ ഒരു ടീനേജ് മോളാണെങ്കിൽ അമ്മയും മോളുടെ ഒരു ചെറിയ ഫൈറ്റിംഗ് സ്ഥിരമായിട്ടുണ്ടാവും. ഒരു അമ്മയും മോനാണെങ്കിൽ ഒരു അതൊക്കെ നമ്മൾ നോർമലി അവിടെ കേൾക്കുന്ന കാണുന്ന കംപ്ലയിൻറ്റ്സ് ആണ്. അപ്പം ഹസ്ബൻഡും വൈഫും കൂടെ ഇരിക്കുവാണെങ്കിൽ ഹസ്ബൻഡ് പറയും, ഇത് ഭയങ്കര കാം ആൻഡ് മൾട്ടി ടാസ്കർ ആയിരുന്നു, ഇപ്പം എൻ്റെ വൈഫ് അങ്ങനെയല്ല, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്നു എന്ന് വീട്ടിലെ ആൾക്കാർ നോട്ട് ചെയ്യാൻ തുടങ്ങി.
ബട്ട് ഗുഡ് തിങ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട്, ഓക്കെ മേ ബി ഷീ ഈസ് ഗോയിങ് ത്രൂ ദ മെനോപോസ്. ഈവൻ അമ്മയ്ക്കാണെങ്കിൽ അവയർനെസ് ഉണ്ട്. അപ്പോൾ ഈ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ജനറലി എല്ലാവരും സം ഓർ അതർ തിങ് ഒരു ഗോ ത്രൂ ചെയ്യും. ബിക്കോസ് ഹാർമോൺസ് ചേഞ്ചസ് എല്ലാ സ്ത്രീകളിലും വരും. ചിലവർക്ക് കൂടുതലായിരിക്കാം, ചിലവർക്ക് കുറവായിരിക്കാം. അത് നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഫേസ് ചെയ്യാനേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് പ്രിവെൻറ്റീവായിട്ട് ഫസ്റ്റ് തിങ് ഈസ് റെഗുലർ എക്സസൈസ് ആൻഡ് കുറച്ചൊരു മെഡിറ്റേഷൻ, പ്രാണായാമ നേരത്തെ തന്നെ കുറച്ച് തുടങ്ങാം. അതെന്തിനാന്ന് വെച്ചാൽ ഈ പ്രാണായാമം എന്ന് പറയുന്നത്, നമ്മൾ പ്രാണായാമം ചെയ്യൂ എന്ന് പറയുമ്പോൾ പല ലേഡീസ് വിചാരിക്കുന്നത് അയ്യോ അത് സ്പിരിച്വാലിറ്റിയാണ്, അത് ഞാൻ ഇപ്പോൾ അതിലേക്ക് ഞാൻ റെഡിയല്ല. അങ്ങനെ അതല്ല. പ്രാണായാമം എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി പ്രൂവൻ ആണ്. നമ്മൾ ബ്രീതിങ് എക്സസൈസ്, ഇപ്പോൾ പ്രാണായാമം എന്ന് പറയുമ്പോഴാണല്ലോ പ്രശ്നം. ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓക്കെ പ്രശ്നമില്ല. ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓക്സിജൻ ലെവൽ കൂട്ടാം. നമ്മുടെ ശരീരത്തിൽ സെൽസിന് ഓക്സിജനേഷൻ ആകുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കി കിട്ടും. ഈ ഓക്സിജൻ ലെവൽ കൂട്ടാനുള്ള ഏറ്റവും വലിയ ഒരു പ്ലസ് ഒരു എന്താ പറയുക, ഒരു എക്സസൈസ് എന്ന് പറയുക, യോഗ എന്ന് പറയുക, അത് എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം, പ്രാണായാമമാണ്. ഡീപ്പ് ബ്രീതിങ് എക്സസൈസ്. നല്ല രീതിയിൽ പ്രാണായാമം പഠിക്കാം. രാവിലെ വൈകിട്ട് ഫ്യൂ മിനിറ്റ്സ് അതിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ തന്നെ കുറേ നമ്മുടെ ഡീപ്പായിട്ട് എടുക്കുമ്പോൾ തന്നെ, ഇപ്പോൾ നമ്മൾ എക്സാമിന് പോകുമ്പോഴോ നെർവസ് ആകുമ്പോഴോ അറിയാം നമ്മുടെ ബ്രെത്ത് ഭയങ്കര ഷാലോ ആവുന്നു. അത് ഒരു ആങ്സൈറ്റിയുടെ സിംറ്റമാണ്. അതേ നമ്മൾ കാം ആകുമ്പോൾ എങ്ങനെ നമ്മൾ പെട്ടെന്ന് ആങ്സൈറ്റി ആകുമ്പോൾ ഒരാളോട് പറയത്തില്ലേ ഡീപ്പ് ബ്രീത്ത് ചെയ്യൂ, കാം ഡൗൺ. അത് നമ്മുടെ ഈ പ്രാണായാമത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. യോഗ എക്സസൈസൊക്കെ കുറച്ചുകൂടി നേരത്തെ തുടങ്ങാം. പിന്നെ വ്യായാമത്തിന് ഒട്ടും മടി കാണിക്കരുത്, സമയമില്ല എന്ന് പറയരുത്. കുറച്ചൊരു വാക്കിംഗ് 30 മിനിറ്റ്സ് വാക്കിംഗ് തന്നെ ചെയ്യാം. അത് തന്നെ നല്ലൊരു എക്സസൈസാണ്. പിന്നെ നല്ല ആഹാരം കഴിക്കുക, 3 നേരം ആഹാരം കഴിക്കുക, നല്ല ആഹാരം കഴിക്കുക. പുറത്തുനിന്നുള്ള ആഹാരം കുറേയൊക്കെ അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ഗട്ട് ഹെൽത്ത് നന്നായിട്ട് നോക്കണം. നമുക്ക് അറിയാം കോൺസ്റ്റിപ്പേഷൻ വരാൻ പാടില്ല, എന്നാൽ ഒട്ടും ലൂസ് മോഷൻ എല്ലാ ദിവസം IBS ആ ലെവലിലേക്കൊന്നും പോകാൻ പാടില്ല. നമുക്കറിയാം എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഒന്ന് ക്ലിയറായി മോഷനായി നല്ലപോലെ യൂറിനൊക്കെ പോയി, അത് തന്നെ ഒരു 50% ഹെൽത്തായി. നല്ല വിശപ്പോട് ആഹാരം കഴിക്കുന്നത് ദർ ഈസ് ഓൾസോ എ ബ്ലെസ്സിങ്. നല്ലപോലെ ഉറങ്ങുന്നു. ഇതൊക്കെ നമ്മൾ ഒരു ചിട്ടയായിട്ട് കൊണ്ടുപോയാൽ തന്നെ കുറേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ, നമ്മുടെ ശരീരത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഇത് FD ആയിട്ട് നമുക്ക് 40-50 തിരിച്ച് കിട്ടും, റിട്ടേൺ കിട്ടും. പിന്നെ ഈ ആയുർവേദ ചികിത്സ, ഇപ്പോൾ ആയുർവേദ നാഗാർജുനയിൽ എല്ലാ വർഷം വരുന്ന സ്ത്രീകളുണ്ട്. സ്ത്രീകളാണ് ഏറ്റവും ടോപ്പേഴ്സ്. എല്ലാ വർഷം 10-15 കൊല്ലമായിട്ട് എല്ലാ വർഷം ഒരേ സമയത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വരാനുണ്ട്. റിയലി അപ്രീഷിയേറ്റീവാണ്. അപ്പോൾ അതിന് ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. നമുക്ക് അവരുടെ ശരീരം കാണുമ്പോൾ തന്നെ അറിയാം നല്ല റിജുവിനേറ്റീവ് ബോഡി ആയിരിക്കും, നല്ല ഹെൽത്തി ബോഡി ആയിരിക്കും. പല രോഗങ്ങളിൽ അവർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ കോവിഡ് സമയത്ത് തന്നെ അവർ ഞങ്ങൾക്ക് കുറേ SMS ചെയ്യുമായിരുന്നു, വീട്ടിലെല്ലാവർക്കും വന്നു പക്ഷേ ഞങ്ങൾക്ക് വന്നില്ല. അങ്ങനെ നല്ല 100% അതിൽ നല്ല യൂസ് ഉണ്ട്. അങ്ങനെ ചെയ്യുക. പിന്നെ ഈ ഹാർമോൺ ചേഞ്ചസ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആങ്സൈറ്റി വന്നു എന്ന് പറഞ്ഞിട്ട് ആൻറ്റി ഡിപ്രസൻറ്റിലേക്ക് പോവുക, അങ്ങനെ ചാടണ്ട. അത് ദാറ്റ് കുഡ് ബി എ മാറ്റർ ഓഫ് ടൈം. ആ ഒരു ഡിപ്രഷൻ, ആ ഒരു ആങ്സൈറ്റി നമുക്ക് കൗൺസിലിങ്ങിന് പോവാം, കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് എനിക്ക് ആങ്സൈറ്റി ആയി എന്ന് പറഞ്ഞ് ചിലവർ പെട്ടെന്ന് തന്നെ ആൻറ്റി ആങ്സൈറ്റി മെഡിസിനൊക്കെ കഴിക്കും. അങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ ഒപ്പോസല്ല ചെയ്യുന്നത്. പക്ഷേ പലവരും ഞാൻ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ഒരു ചെറിയ ടാബ്ലറ്റ് കൊണ്ട് ഞാൻ ജീവിക്കും, എൻ്റെ മൈൻഡ് അതിൽ കൺട്രോൾഡ് ആവുന്ന ലെവലിലേക്ക് പോകരുത്. അതിനേക്കാൾ നാച്ചുറലി കുറച്ച് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഒരു കണക്ട് ചെയ്യുക, ഇഷ്ടമുള്ള ഹോബീസിലേക്ക് മുന്നോട്ട് പോവുക, പിന്നെ കുറച്ച് മീ ടൈം എൻജോയ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ ചെറിയ ചെറിയ ഇഷ്യൂസിൽ നിന്ന് നമുക്ക് ചാടാൻ പറ്റും ഈസി ആയിട്ട്. ഡോക്ടർ, ഇപ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരു 40 കഴിഞ്ഞ സ്ത്രീകൾക്ക് കോമൺ ആയിട്ട് അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് നീർക്കെട്ട്. ശരീരത്തിൽ നീർക്കെട്ടുണ്ടാവുകയും ദേഹവേദന. കാരണം അറിയാത്ത മിക്കവരും പറയും മുഴുവൻ സമയവും ദേഹം വേദനയാണ്. അപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ മിക്കവാറും നീർക്കെട്ടാണെന്നൊക്കെ പറയും. ഇതിന് ആയുർവേദത്തിൽ എന്താണ് ഒരു പ്രതിവിധിയുള്ളത്? ഇത് നീർക്കെട്ട് എന്ന് പറയുന്നത്, ഇപ്പം ഞങ്ങൾ നാഗാർജുന ആയുർവേദ സെൻറ്ററിൽ മെനോപോസൽ പ്രോഗ്രാം, പ്രിവെൻറ്റീവ് പ്രോഗ്രാം എന്ന് തന്നെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നല്ല ഒരു ആരോഗ്യരക്ഷ ഒരു പ്രോഗ്രാം തന്നെ നടക്കുന്നുണ്ട്. അത് ഞാനാണ് ലീഡ് ചെയ്യുന്നത്. ഇതിൽ ഞങ്ങൾ കാണുന്ന സ്ത്രീകൾ പൊതുവെ 40 ആകുമ്പോൾ തന്നെ ഈ
പെരിമെനോപോസൽ സിൻഡ്രോമിലേക്ക് എത്തും. ഐദർ ബിഫോർ മെനോപോസ്, ഡ്യൂറിങ് മെനോപോസ്, ആഫ്റ്റർ മെനോപോസ്, ഇങ്ങനെ 3 സ്റ്റേജിലാണ് നമ്മൾ സ്ത്രീകളെ കാണുന്നത്. ഇതിൽ മാനസികവും ദൈഹികവും ടോട്ടലി കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് അവർ വരുന്നത്. മാനസികമാകുമ്പോൾ കുറച്ച് ആങ്സൈറ്റി കൂടി, കുറച്ച് ഡിപ്രഷനിലേക്ക് ഒന്ന് ചാടുന്നു, അങ്ങനെ ആ ഒരു ലെവല്. മെൻ്റലി അങ്ങനെയാണ്. ഫിസിക്കലി ഈ പറഞ്ഞ പോലെ ഒരു ബോഡിക്ക് നീർക്കെട്ട് വരുന്നത്, ഒന്ന് സ്വെല്ലിങ്, എവിടെയൊക്കെ ഇതുവരെ കാണാത്ത ഒരു സ്വെല്ലിംഗ് ആണ് ബോഡി മൊത്തം. പിന്നെ ഒരു ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ഒരു ടൈപ്പാണ് വരുന്നത് ആൾക്കാർ. പിന്നെ സ്കിൻ ഡ്രൈനെസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കംപ്ലയിൻറ്റ്. അപ്പോൾ ഈ സ്ത്രീകളുടെ ഒരു ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഹാർമോണൽ ചേഞ്ചസ് ആണ്. ഫസ്റ്റ് തിങ് ഈസ് ഹാർമോണൽ ചേഞ്ചസ്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ഫെമിനൈൻ ഹാർമോൺ പെട്ടെന്നൊരു ഡിപ്പാവാൻ തുടങ്ങി. അപ്പോൾ ബോഡിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടായി പോവുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടെയാണ് ഈ പല രോഗങ്ങൾ വരുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ, അത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ദിവസം ഒരു 10-15 മിനിറ്റ്സ് നമുക്ക് വേണ്ടി മാറ്റിവെക്കണം. അതിൽ മടി കാണിക്കരുത്, അയ്യോ എനിക്ക് സമയമില്ല, എനിക്ക് ഭർത്താവിൻ്റെ കാര്യമുണ്ട്, മക്കളുടെ കാര്യമുണ്ട്, ഒക്കെ അത് നോക്കിക്കോളൂ. പക്ഷേ ഒരു 10-15 മിനിറ്റ്സ് നേരത്തെ എണീക്കുകയോ ലേറ്റായിട്ട് കിടക്കുകയോ, വാട്ട് എവർ ദ കൺവീനിയൻറ്റ്, അത് നോക്കിയിട്ട് നമ്മുടെ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി ഒന്ന് മാറ്റിവെക്കണം. ആ മാറ്റി വയ്ക്കുമ്പോൾ അതിലെന്താണ് ചെയ്യുന്നത്? അതിൽ നമ്മൾ സൗന്ദര്യരക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇപ്പോൾ കാണുന്ന ഒന്ന് ഫേസ് ഓയിലായിട്ട് യൂസ് ചെയ്യുക, നല്ലപോലെ മസാജ് ചെയ്തിട്ട് എന്നിട്ട് കുളിക്കുക. അത് നമുക്ക് മിനിമം 5 മിനിറ്റ്സ് മതി. അതിൻ്റെ കൂടെ രാവിലെ എണീറ്റ് ഒരു യോഗ, മെഡിറ്റേഷൻ, അത് ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കൊണ്ട്, സെൽഫ് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കൊണ്ട്. അപ്പോൾ യോഗ, എക്സസൈസ് എന്നൊരു ശരീരത്തിൽ നിന്നൊരു എക്സസൈസ് കിട്ടുമ്പോൾ തന്നെ ഈ അൺനെസസറി നീർക്കെട്ട് വരുന്നതൊക്കെ കുറേയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫ്ലോയിങ് വാട്ടറാണ്. വാട്ടർ എപ്പോൾ ഫ്ലോയിങ് ആണോ അതിൽ സ്റ്റാഗ്നൻസി ഉണ്ടാവില്ല, അൺനെസസറി എന്താ പറയുക കീടാണു വോട്ടെവർ അതൊന്നും കാണാറില്ല. അപ്പോൾ നല്ല ഫ്ലോയിങ് വാട്ടർ എപ്പോഴും ശുദ്ധമാണ് അല്ലേ. പക്ഷേ സ്റ്റാഗ്നൻറ്റ് വാട്ടറിലാണ് നമ്മൾ കുറച്ചുകൂടെ ആലോചിക്കേണ്ടത്, ഇത് ക്ലിയർ ആണോ, ക്ലീൻ ആണോ, കുടിക്കാമോ, നമ്മൾ ഒന്നുകൂടെ ആലോചിക്കും. പക്ഷേ ഫ്ലോയിങ് വാട്ടറിൽ ആ ടെൻഷനില്ല. അതേപോലെ നമ്മുടെ ബ്ലഡ് ഫ്ലോ എപ്പോൾ നന്നായിരിക്കോ ഈ അൺനെസസറി ചെറിയ സ്വെല്ലിങ്ങും ചെറിയ ജോയിൻറ്റ് പെയിനും ആർത്രൈറ്റീസ് ഒക്കെ സെക്കൻഡ് സ്റ്റേജാണ് വരുന്നതൊക്കെ നമുക്ക് കുറേ കൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കെമിക്കൽസ് യൂസ് ചെയ്യൽ, നമ്മൾ ഡെയിലി മീഡിയ നോക്കും, ചിലപ്പം യൂട്യൂബ് നോക്കിയിട്ട് സെൽഫായിട്ട് കുറേ ചേഞ്ചസ് ഓഫ് കെമിക്കൽസ് ഫേസിൽ ചേഞ്ച് ചെയ്യുക, ഓർ ബോഡി ക്രീം യൂസ് ചെയ്യുക, അതൊക്കെ നല്ലത് തന്നെ, നല്ല ഹാബിറ്റാണ്. പക്ഷേ അതിൽ കുറച്ച് ചൂസ് ചെയ്യാവുന്നത് കൂടെ നല്ലതാണ്. അത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ എന്ത് പറഞ്ഞാലും കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ സ്കിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. സ്കിൻ അതനുസരിച്ചിട്ട് വേരിയേഷൻസ് വരും. പിന്നെ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാണ്ട് പുറത്തിറങ്ങാൻ പറ്റാണ്ടായി പോകും, ആ ലെവലിലൊക്കെ വരാം. അപ്പം അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഹോർമോണൽ ചേഞ്ച് ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ സ്കിൻ ഡ്രൈനെസ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഈ കെമിക്കൽസും കുറേ യൂസ് ചെയ്യുമ്പോൾ അത് കൂടെ എഫക്റ്റ് ആയിട്ടാണ് സ്കിൻ ഫേസിൽ ചേഞ്ച് ആവുന്നത്, ഓർ കൈയാണെങ്കിലും കാലാണെങ്കിലും ചേഞ്ച് ആവുന്നത്. അപ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ പറയുമ്പോൾ ശിരോഅഭ്യംഗ, മുഖ അഭ്യംഗ ആയിരിക്കുക, പാദാഭ്യംഗ, ചെറിയ അവിടെ കാല് ഫുഡ് മസാജ് ചെയ്യുക. രാത്രി നല്ല ഒരു ക്ഷീരബല തൈലോ എന്തെങ്കിലും എടുത്തിട്ട് നല്ല പോലെ കാല് സെൽഫായിട്ട് ഫുഡ് മസാജ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ഉപ്പുവെള്ളത്തിൽ മുക്കി വയ്ക്കുക. സിമ്പിൾ അല്ലേ, 5-10 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ. അത് ചെയ്യുക. അതേപോലെ രാവിലെ കുളിക്കുന്ന മുമ്പ് ഫ്യൂ മിനിറ്റ്സ് ഉണ്ടല്ലോ, ആ സമയത്ത് ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ച് വയ്ക്കുക. കുളിക്കുമ്പോൾ വൃത്തിയായിട്ട് വാഷ് ചെയ്യുക. അതൊക്കെ ചെയ്യാൻ നമുക്കൊരു ഫ്യൂ മിനിറ്റ്സ് മതി. അതാ പറഞ്ഞു, രാവിലെ വൈകിട്ട് ഒന്നും ഈ ഒരു സൗന്ദര്യരക്ഷയ്ക്കോ ആരോഗ്യരക്ഷയ്ക്കോ നമ്മൾ ടൈം കണ്ടെത്തുക. പിന്നെ ആഹാരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തുളസി വെള്ളം, ചുക്കുവെള്ളം, ഇങ്ങനെ കിട്ടുന്ന നമ്മുടെ പനിക്കൂർക്ക, ആ വെള്ളമൊക്കെ തിളപ്പിച്ച്, ജാതിയില, ആ വെള്ളമൊക്കെ തിളപ്പിച്ച് ആറിയ വെള്ളം തന്നെ കുടിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഈ വെള്ളം കുടിക്കുന്നതിലൊരു മിത്തുണ്ട്. നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഈ സെലിബ്രിറ്റീസ്, യൂട്യൂബല്ല മീഡിയയിൽ കാണുമ്പോൾ നമുക്കറിയാം എല്ലാവരും വെള്ളം ബോട്ടിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകും അല്ലേ. അപ്പോൾ വെള്ളം കുടിക്കൽ പലവരും അവിടെ വരുന്ന സ്ത്രീകളാണെങ്കിൽ ചോദിക്കാറുണ്ട്, അതുപോലെ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ അന്നേരം ചോദിക്കുക എത്ര വെള്ളം കുടിക്കണം. എത്ര വെള്ളം എന്ന് പറയുന്നത് ഒരാൾക്ക് 6 ലിറ്റേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. അത് ആളുടെ വ്യായാമവും ശരീരബലവും എല്ലാം നോക്കിയിട്ട് വേണം വെള്ളം കുടിക്കാൻ. 2 ലിറ്റേഴ്സ് ഈസ് ജനറൽ, അങ്ങനെയാണ്. പക്ഷേ നമ്മളൊരു 5-6 ലിറ്റർ കുടിച്ചിട്ട് AC യിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒട്ടും സ്വെറ്റ് ആവില്ല.
അപ്പോൾ നമ്മുടെ കിഡ്നിക്ക് സ്ട്രെയിൻ ആയി. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥയും ശരീരത്തിൻ്റെ ദേഹബലവും ശരീരത്തിൻ്റെ വ്യായാമവും ഒക്കെ നോക്കിയിട്ട് വേണം വെള്ളം കുടിക്കാൻ. അതേപോലെ ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെ, എത്ര വെള്ളം വേണം എന്ന് ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഡോക്ടറെ കാണാണ്ട് എങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് യൂറിൻ എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ യെല്ലോ ആയിരിക്കും. ബിക്കോസ് നല്ലോണം ഉറങ്ങുവാണെങ്കിൽ ആരും രാത്രി എണീറ്റ് വെള്ളം കുടിക്കത്തില്ല. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നാച്ചുറലി ഫസ്റ്റ് യൂറിൻ യെല്ലോ കളറായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ യൂറിനും ടാപ്പ് വാട്ടർ പോലെ വെരി ക്ലിയർ ആയിരിക്കണം. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള വെള്ളമാണ്. അപ്പോൾ എപ്പോൾ നമ്മൾ യെല്ലോ വാട്ടർ കാണുന്നുണ്ടോ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ ഒരു സ്വെല്ലിങ്ങോ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് യെല്ലോ യൂറിൻ ആണെങ്കിൽ ആ യെല്ലോ യൂറിൻ പിന്നെ പിന്നെ പോയിട്ട് റെഡ് ആവുക, ഓറഞ്ച് ആവുക, അത് വേറെ വേറെ സ്റ്റേജിലേക്ക് പോയി. അപ്പോൾ നമ്മൾ അവിടെ തന്നെ പ്രിവെൻറ്റ് ചെയ്യുക. നല്ല ആ ഒരു കാണുമ്പോൾ തന്നെ ഓക്കെ എൻ്റെ ശരീരം പറയുന്നു എനിക്ക് വെള്ളം വേണം. ഫസ്റ്റ് ശരീരം തന്നെ നമ്മുടെ കുറേ ഹിൻറ്റ്സ് തരും. നമ്മൾ പലപ്പോഴും അത് കാണാനില്ല, ശ്രദ്ധിക്കാറില്ല. അങ്ങനെയാണ് പല രോഗങ്ങളും നമുക്ക് വരുന്നത്. നമുക്കൊരു ജലദോഷം വരുന്നു എന്ന് അറിയുമ്പോൾ ശരീരം പറയുന്നു അത് തുമ്മൽ വന്നു, കണ്ണ് ഒരു ചെറിയ ഇച്ചിങ് വന്നു, അല്ലേ? നമുക്ക് മനസ്സിലാവും ഓക്കെ എന്തോ ഒരു ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്, ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നു. അത് നമ്മുടെ ശരീരം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച ഒരു ഹിൻറ്റ് തരും. നമ്മളൊന്നും ആ മീ ടൈമിൽ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്താൽ നമ്മുടെ ശരീരത്തിലുള്ള പല പല ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ അതനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കാണാം, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാം.